1000 അമ്മമാരുടെ കരുതലുമായി ഒരു ഔഷധം. അമ്മയില്ലാത്ത കുഞ്ഞിന് ത്രിഫല എന്ന ആയുർവേദത്തിലെ ആ പഴയ ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു അമ്മ തന്റെ കുഞ്ഞിനെ എങ്ങനെയൊക്കെ പരിപാലിക്കുന്നുവോ, അതുപോലെ നമ്മുടെ ശരീരത്തെ ഉള്ളിൽ നിന്നും പുറത്തുനിന്നും ഒരുപോലെ സംരക്ഷിക്കുന്ന മൃതസഞ്ജീവനിയാണ് ത്രിഫല. വെറുമൊരു ദഹനസഹായി എന്നതിലുപരി ഭാരതീയ ചികിത്സാശാസ്ത്രം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ അത്ഭുതക്കൂട്ടാണിത്. എന്താണ് ത്രിഫല? ത്രിഫല എന്നാൽ 3 ഫലങ്ങൾ എന്നാണ് അർത്ഥം. നെല്ലിക്ക, കടുക്ക, താന്നിക്ക എന്നിവയുടെ മിശ്രിതമാണിത്. വിപണിയിൽ സാധാരണയായി തുല്യ അനുപാതത്തിലാണ് ത്രിഫല ലഭിക്കുന്നത്, അതായത് ഇവ മൂന്നും തുല്യ അളവിൽ പൊടിച്ചത്. എന്നാൽ ആവശ്യാനുസരണം വൈദ്യന്മാർ ഇതിൽ മാറ്റം വരുത്താറുണ്ട്. ശോധന അഥവാ വിരേചനം സുഗമമാക്കാൻ കടുക്ക കൂടുതൽ ചേർത്ത മിശ്രിതമാണ് നല്ലത്. എന്നാൽ യൗവനം നിലനിർത്താനുള്ള രസായന ഗുണത്തിനായി നെല്ലിക്ക കൂടുതൽ ചേർത്ത രീതിയും ആയുർവേദ ഗ്രന്ഥങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. ത്രിഫല എന്നാൽ കേവലമൊരു പൊടിയല്ല, അത് പ്രകൃതിയുടെ 3 മഹാശക്തികളുടെ സംഗമമാണ്. ഒന്നാമതായി നെല്ലിക്ക. വിറ്റാമിൻ സിയുടെ കലവറയായ ഇത് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ കോട്ടയെ ബലപ്പെടുത്തുന്നു. രണ്ടാമതായി കടുക്ക. ദഹനത്തിന്റെ ഉറ്റതോഴൻ. ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന വിഷാംശങ്ങളെ അരിച്ചുപെറുക്കി പുറത്തുകളയാൻ കടുക്കയോളം മിടുക്കൻ മറ്റാരുമില്ല. മൂന്നാമതായി താന്നിക്ക. ശ്വാസകോശത്തെയും രക്തത്തെയും ശുദ്ധീകരിക്കുന്ന യഥാർത്ഥ കരുത്തൻ. ഇവ മൂന്നും കൃത്യമായ അളവിൽ ചേരുമ്പോൾ അത് വാതം, പിത്തം, കഫം എന്നീ ത്രിദോഷങ്ങളെ സന്തുലിതമാക്കുന്നു. അങ്ങനെ നിങ്ങളുടെ ശരീരത്തെ ഒരു നവജാത ശിശുവിനെപ്പോലെ ഊർജ്ജസ്വലമാക്കാൻ ഈ അത്ഭുതക്കൂട്ടിന് സാധിക്കുന്നു. ത്രിഫലയുടെ ഔഷധഗുണം ഇരട്ടിയാക്കാൻ ആയുർവേദത്തിൽ ഒരു സവിശേഷ രീതിയുണ്ട്. അത് മറ്റൊന്നുമല്ല, ത്രിഫലയും ഇരുമ്പുപാത്രവും തമ്മിലുള്ള ആത്മബന്ധമാണത്. നമ്മൾ ഭക്ഷണം പാകം ചെയ്യുന്നതും സൂക്ഷിക്കുന്നതുമായ പാത്രത്തിന്റെ സ്വഭാവം ആ ഔഷധത്തിന് പ്രത്യേക ഗുണങ്ങൾ നൽകുമെന്ന് ആയുർവേദം വ്യക്തമാക്കുന്നു. ത്രിഫലപ്പൊടി അല്പം വെള്ളം ചേർത്ത് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇത് ഒരു ഇരുമ്പ് പാത്രത്തിൽ നന്നായി പുരട്ടിവെക്കാം. കൃത്യം 24 മണിക്കൂർ ഇത് ഇരുമ്പ് പാത്രത്തിൽ തന്നെ ഇരിക്കണം. നന്നായി ഉണങ്ങിയ ശേഷം ഇത് പാത്രത്തിൽ നിന്നും ചുരണ്ടിയെടുത്ത് വായു കടക്കാത്ത മറ്റൊരു പാത്രത്തിൽ സൂക്ഷിച്ചു വെക്കാം. ഇങ്ങനെ തയ്യാറാക്കിയ ത്രിഫല ചൂർണം 1 വർഷം തുടർച്ചയായി കഴിക്കുന്നത് വഴി നിങ്ങളുടെ ആരോഗ്യം അത്ഭുതകരമായി വീണ്ടെടുക്കാൻ സാധിക്കും. വാർദ്ധക്യസഹജമായ അസുഖങ്ങളെ ചെറുക്കാനും ശരീരത്തിന് നവോന്മേഷം നൽകാനും ഈ രീതി സഹായിക്കുമെന്ന് പുരാതന ആയുർവേദ ഗ്രന്ഥങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഇരുമ്പ് പാത്രത്തിൽ ശുദ്ധി ചെയ്തെടുത്ത ത്രിഫല ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. ഇത് ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു, ചർമ്മത്തിന് നല്ല നിറവും തിളക്കവും നൽകുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ദഹനശേഷിയും മെച്ചപ്പെടുത്താൻ ഈ കൂട്ടിന് സാധിക്കും. പ്രകൃതിദത്തമായ ഒരു വാജീകരണ ഔഷധമായും ഇത് പ്രവർത്തിക്കുന്നു. ഇതുകൂടാതെ നമ്മുടെ കണ്ണ്, പ്ലീഹ, കരൾ എന്നിവയുടെ ആരോഗ്യത്തിനും രക്തക്കുഴലുകളുടെ സുഗമമായ പ്രവർത്തനത്തിനും ത്രിഫല അത്യുത്തമമാണ്. ശരീരത്തിലെ കോശങ്ങളുടെ നാശം തടയുന്ന മികച്ചൊരു ആന്റി ഓക്സിഡന്റ് കൂടിയാണിത്. ചുരുക്കത്തിൽ, ഇരുമ്പിന്റെ ഗുണങ്ങൾ ചേർന്ന ത്രിഫല നിങ്ങളുടെ ശരീരത്തിന് നൽകുന്നത് സമ്പൂർണമായ ഒരു ആരോഗ്യ സുരക്ഷയാണ്. ത്രിഫല ചൂർണം നമ്മുടെ ശരീരത്തിൽ എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? ഇതിന്റെ പ്രധാന ഗുണങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായി, ദഹനവും മലബന്ധവും. ത്രിഫലയുടെ ഏറ്റവും വലിയ സവിശേഷത അതിന്റെ മൃദുവായ വിരേചന ഗുണമാണ്. വയറിന് ഒട്ടും ആയാസം നൽകാതെ തന്നെ മലബന്ധമകറ്റാനും ദഹനനാളത്തെ പൂർണ്ണമായും ശുദ്ധീകരിച്ച് ദഹനശക്തി വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നു. രണ്ടാമതായി, ശരീരശുദ്ധീകരണം. നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ആമം അഥവാ ദഹിക്കാത്ത മാലിന്യങ്ങളെ പുറന്തള്ളി രക്തത്തെ ശുദ്ധീകരിക്കാൻ ത്രിഫലയ്ക്ക് പ്രത്യേക കഴിവുണ്ട്. വാതം, പിത്തം, കഫം എന്നീ ത്രിദോഷങ്ങളെ സന്തുലിതാവസ്ഥയിൽ നിലനിർത്തുന്ന അപൂർവം ഔഷധങ്ങളിൽ ഒന്നാണിത്. മൂന്നാമതായി, കണ്ണിന്റെ ആരോഗ്യം. ആയുർവേദത്തിൽ ചക്ഷുഷ്യ എന്നാണ് ത്രിഫലയെ വിശേഷിപ്പിക്കുന്നത്, അതായത് കണ്ണിന് ഏറ്റവും ഉത്തമമായത്. ത്രിഫലയിട്ട വെള്ളം കൊണ്ട് കണ്ണ് കഴുകുന്നത് കണ്ണിന് കുളിർമ നൽകാനും കാഴ്ചശക്തി മെച്ചപ്പെടുത്താനും സഹായിക്കും. നാലാമതായി,
രോഗപ്രതിരോധശേഷി. ഇതിലെ പ്രധാന ചേരുവയായ നെല്ലിക്കയിൽ വിറ്റാമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തിന്റെ സ്വാഭാവിക പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും രോഗങ്ങളിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. അവസാനമായി, ചർമ്മവും മുടിയും. രക്തം ശുദ്ധീകരിക്കുന്നതിലൂടെ ചർമ്മത്തിന് തിളക്കവും ആരോഗ്യവും നൽകാൻ ത്രിഫല സഹായിക്കുന്നു. മുടിയുടെ വേരുകൾക്ക് ബലം നൽകി മുടി തഴച്ചു വളരാനും ഇത് ഏറെ ഗുണകരമാണ്. ത്രിഫല ഉപയോഗിക്കുമ്പോൾ നമ്മൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ത്രിഫല ശരീരത്തെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ വളരെ ശക്തമാണ്. അതുകൊണ്ടുതന്നെ ആ ശുദ്ധീകരണ ഫലത്തെ സന്തുലിതമാക്കാൻ നെയ്യോ എള്ളെണ്ണയോ കൂടെ ഉപയോഗിക്കണമെന്ന് ആയുർവേദം നിർദ്ദേശിക്കുന്നു. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. നിങ്ങൾ ത്രിഫല രാത്രിയിലാണ് കഴിക്കുന്നതെങ്കിൽ പിറ്റേന്ന് രാവിലെ 5 ഗ്രാം നെയ്യോ അല്ലെങ്കിൽ എള്ളെണ്ണയോ കഴിക്കാൻ ശ്രദ്ധിക്കുക. അതല്ല, നിങ്ങൾ ത്രിഫല രാവിലെയാണ് കഴിക്കുന്നതെങ്കിൽ അന്ന് വൈകുന്നേരം നെയ്യോ എള്ളെണ്ണയോ ഉപയോഗിക്കണം. ഇങ്ങനെ ചെയ്യുന്നത് വഴി ത്രിഫലയുടെ ശുദ്ധീകരണ വീര്യം ശരീരത്തിന് താങ്ങാൻ കഴിയുന്ന രീതിയിൽ ക്രമീകരിക്കപ്പെടുകയും ദഹനവ്യവസ്ഥയെ കൂടുതൽ മൃദുവായി നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. ത്രിഫല ചൂർണം എന്തിനു വേണ്ടിയാണ് കഴിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് അതിന്റെ അളവ് തീരുമാനിക്കുന്നത്. സാധാരണയായി 3 മുതൽ 6 ഗ്രാം വരെ, അതായത് ഏകദേശം 1 ടീസ്പൂൺ ചൂർണമാണ് കഴിക്കേണ്ടത്. എങ്കിലും നിങ്ങളുടെ ശരീരപ്രകൃതിയും രോഗാവസ്ഥയും പരിഗണിച്ച് ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അളവ് നിശ്ചയിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. 1. മലബന്ധത്തിനും ശരീരശുദ്ധിക്കും. ഏറ്റവും കൂടുതൽ ആളുകൾ ത്രിഫല ഉപയോഗിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് 1 ടീസ്പൂൺ ചൂർണം 1 ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിലോ ചൂടുപാലിലോ കലർത്തി കഴിക്കുക. ഇത് രാവിലെ സുഖകരമായ മലശോധനയ്ക്ക് സഹായിക്കും. 2. രസായന ഗുണത്തിന് അഥവാ യൗവനം നിലനിർത്താൻ. ശരീരത്തിന് പോഷണവും പ്രതിരോധശേഷിയും നൽകാനാണ് രസായന പ്രയോഗം നടത്തുന്നത്. 1 ടീസ്പൂൺ ചൂർണം ഭക്ഷണത്തിന് ശേഷം തേനിൽ ചാലിച്ചോ അല്ലെങ്കിൽ രാവിലെ വെറും വയറ്റിൽ തേനും നെയ്യും ചേർത്തോ കഴിക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം: ഇവിടെ തേനും നെയ്യും ചേർക്കുമ്പോൾ ഒരു രഹസ്യമുണ്ട്. ആയുർവേദ പ്രകാരം തേനും നെയ്യും തുല്യ അളവിൽ ചേരുന്നത് വിരുദ്ധാഹാരമാണ്. എന്നാൽ അവ തുല്യമല്ലാത്ത അളവിൽ ചേർത്താൽ അത് സുരക്ഷിതമാണ്. അതിനാൽ ഡോക്ടർ നിർദ്ദേശിക്കുന്ന കൃത്യമായ അനുപാതത്തിൽ മാത്രം ഇവ മിക്സ് ചെയ്ത് കഴിക്കാൻ ശ്രദ്ധിക്കുക. മുഖത്തെ കറുത്ത പാടുകളും മുഖക്കുരുവും നിങ്ങളെ അലട്ടുന്നുണ്ടോ? എങ്കിൽ പാരമ്പര്യമായി ഉപയോഗിച്ചുവരുന്ന ഫലപ്രദമായൊരു വിദ്യ ഇതാ. അല്പം ത്രിഫല ചൂർണം ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ചാലിച്ച് മുഖത്ത് പുരട്ടുക. ഒരു 20 മിനിറ്റിനു ശേഷം ചെറു ചൂടുവെള്ളത്തിൽ ഇത് കഴുകിക്കളയാം. ത്രിഫലയിലെ ശക്തമായ ആന്റി ഓക്സിഡന്റുകൾ ചർമ്മത്തിലെ കറുത്ത പാടുകൾ അഥവാ പിഗ്മെന്റേഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നു. വെളിച്ചെണ്ണ ചർമ്മത്തിന് ആവശ്യമായ ഈർപ്പം നൽകുമ്പോൾ ത്രിഫലയിലെ ഔഷധഗുണങ്ങൾ ചർമ്മത്തിന്റെ ആഴങ്ങളിലേക്കിറങ്ങിച്ചെന്ന് ബാക്ടീരിയകളെയും അണുബാധകളെയും നശിപ്പിക്കുന്നു. ചെറുചൂടുവെള്ളത്തിൽ കഴുകുന്നതിലൂടെ ചർമ്മത്തിലെ സുഷിരങ്ങൾ തുറക്കപ്പെടുകയും അവിടെ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ പൂർണ്ണമായും പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. തിളക്കമുള്ളതും പാടുകളില്ലാത്തതുമായ സുന്ദരമായ ചർമ്മത്തിന് ത്രിഫലയുടെ ഈ മാന്ത്രികക്കൂട്ട് മാത്രം മതി. കരുത്തുറ്റതും തിളക്കമുള്ളതുമായ മുടി ആഗ്രഹിക്കാത്തവർ ആരുണ്ട്? മുടിയുടെ സകല പ്രശ്നങ്ങൾക്കും ആയുർവേദം നിർദ്ദേശിക്കുന്ന ഒരു ഫലപ്രദമായ വഴിയാണ് ത്രിഫല കഷായം. ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. 1 സ്പൂൺ ത്രിഫല ചൂർണം 1 ഗ്ലാസ് വെള്ളത്തിൽ ചേർത്ത് ചെറിയ തീയിൽ തിളപ്പിക്കുക. ഇത് പകുതിയായി വറ്റിച്ചെടുക്കുമ്പോൾ നമ്മുടെ ലഘു കഷായം തയ്യാർ. കഷായം നന്നായി തണുത്ത ശേഷം തലയോട്ടിയിൽ തേച്ചുപിടിപ്പിക്കുക. ഒരു 30 മിനിറ്റിന് ശേഷം സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയാം. ഇതിന്റെ ഗുണങ്ങൾ കേട്ടോളൂ. ത്രിഫലയിലെ ആന്റി ഫംഗൽ ഘടകങ്ങൾ താരനെ വേരോടെ പിഴുതെറിയാൻ സഹായിക്കും. തലയോട്ടിയിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നത് വഴി മുടികൊഴിച്ചിൽ കുറയ്ക്കാനും മുടിയുടെ സ്വാഭാവിക നിറം നിലനിർത്തി അകാലനരയെ ചുരുക്കാനും ഈ ഔഷധക്കൂട്ടിന് കഴിവുണ്ട്. മുടിക്ക് ബലവും അഴകും നൽകാൻ ഇനി ത്രിഫല കഷായം ശീലമാക്കാം. മോണരോഗങ്ങളെ തടയാനും ചികിത്സിക്കാനും ആയുർവേദം നിർദ്ദേശിക്കുന്ന ഏറ്റവും മികച്ച ഔഷധമാണ് ത്രിഫല. മോണയിലെ വീക്കവും രക്തസ്രാവവും മാറ്റാൻ ത്രിഫല കഷായം എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. ത്രിഫല ചൂർണം വെള്ളത്തിൽ തിളപ്പിച്ച് കഷായമാക്കി തണുപ്പിക്കുക. ഈ വെള്ളം ഉപയോഗിച്ച് ദിവസവും കവിൾ കൊള്ളുന്നത് ശീലമാക്കൂ.
ഇതിലെ ആന്റിമൈക്രോബിയൽ ഗുണങ്ങൾ വായിലെ ദോഷകരമായ ബാക്ടീരിയകളെ നശിപ്പിക്കുന്നു. ത്രിഫലയുടെ സവിശേഷമായ കഷായരസം മോണയിലെ കോശങ്ങളെ ബലപ്പെടുത്തുകയും വീക്കവും രക്തസ്രാവവും വളരെ വേഗത്തിൽ കുറയ്ക്കുകയും ചെയ്യുന്നു. മോണയുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ പ്രകൃതി നൽകിയ ഒരു മികച്ച മൗത്ത് വാഷാണിത്. ത്രിഫലയുടെ ഗുണങ്ങൾ ഇവിടം കൊണ്ടൊന്നും തീരുന്നില്ല. ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിലറിയാൻ ആഗ്രഹമുള്ളവർക്കായി വളരെ വിശദമായ ഒരു ലേഖനം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ത്രിഫലയുടെ ഉപയോഗക്രമങ്ങളും മറ്റ് അത്ഭുത ഗുണങ്ങളും അടങ്ങിയ ആ ബ്ലോഗിന്റെ ലിങ്ക് താഴെ ആദ്യ കമന്റിൽ നൽകിയിട്ടുണ്ട്.